നമസ്കാരം. തിരുവനന്തപുരത്തെ നേമം അസംബ്ലി മണ്ഡലത്തിൽ ബി.ജെ.പിയും എൽ.ഡി.എഫും തമ്മിലുള്ള നേർക്കുനേർ പോരാട്ടമാണ് നടക്കുന്നത്. ബി.ജെ.പി സ്ഥാനാർത്ഥിയായി ബി.ജെ.പിയുടെ സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ തന്നെ രംഗത്തിറങ്ങുമ്പോൾ നിലവിലെ വിദ്യാഭ്യാസ മന്ത്രി കൂടിയായ എം.എൽ.എ. വി ശിവൻകുട്ടിയാണ് എൽ.ഡി.എഫിന് വേണ്ടി രംഗത്തിറങ്ങുന്നത്. എന്തായാലും നിലവിലെ എം.എൽ.എക്കെതിരെ അതിനിശിതമായ വിമർശനവുമായി രംഗത്തെത്തുകയാണ് ബി.ജെ.പി. വളരെ കൃത്യമായ ആക്രമണം, അതായത് വിമർശനം ബി.ജെ.പി ഈ നിലവിലെ എം.എൽ.എ. ശിവൻകുട്ടിക്കെതിരെ നടത്തുന്നുണ്ട്. അതായത് കേരളത്തിലെ വിദ്യാഭ്യാസ വകുപ്പ് കൈകാര്യം ചെയ്തിരുന്ന മന്ത്രിയായിരുന്നു അദ്ദേഹം. കേരളത്തിലെ വിദ്യാലയങ്ങൾക്ക് അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുക്കാൻ കോടിക്കണക്കിന് രൂപയുടെ ഫണ്ടാണ് കേന്ദ്ര സർക്കാർ നൽകുന്നത്. ആ ഫണ്ട് വാങ്ങിയെടുത്ത് കേരളത്തിലെ കുട്ടികളുടെ വിദ്യാഭ്യാസത്തിന് വേണ്ടി ഉപയോഗിക്കുന്നതിന് പകരം നട്ടല്ലില്ലാത്ത നിലപാടാണ് വിദ്യാഭ്യാസ മന്ത്രി എന്ന നിലയിൽ വി ശിവൻകുട്ടി സ്വീകരിച്ചത് എന്ന് ആരോപിക്കുകയാണ് ബി.ജെ.പി. ആദ്യം പോയി ഒപ്പിടുന്നു, അതിനുശേഷം കേന്ദ്ര സർക്കാരിനെ കബളിപ്പിച്ച് ആദ്യ ഗഡു ഫണ്ട് വാങ്ങുന്നു, അതിനുശേഷം CPI കണ്ണുരുട്ടിയപ്പോൾ നിലപാട് മാറ്റുന്നു. PM ശ്രീ പദ്ധതിയിൽ തങ്ങൾക്ക് എതിർപ്പില്ല എന്ന് ആദ്യം വളരെ എതിർപ്പ് അറിയിക്കുന്നു, പിന്നീട് എന്താ കുഴപ്പം ഒപ്പിട്ടാൽ അതിൽ എതിർപ്പില്ല എന്നൊക്കെ പരസ്യമായി പറയുന്നു. അതിനുശേഷം PM ശ്രീയിൽ ഒപ്പിട്ട ആ ഒരു നയം തന്നെ, അല്ലെങ്കിൽ ആ നടപടി തന്നെ സംസ്ഥാന സർക്കാർ CPIയുടെ സമ്മർദ്ദത്തിന് വഴങ്ങി മരവിപ്പിക്കുന്നു. ഇങ്ങനെ നിലപാടില്ലാതെ എന്തിന് ഒരു MLA നിയമത്തിന് എന്നാണ് ബി.ജെ.പി ചോദിക്കുന്നത്. ഈ വിഷയത്തിൽ ബി.ജെ.പിയുടെ നേമത്തെ തെരഞ്ഞെടുപ്പ് കാര്യാലയം ഉദ്ഘാടനം ചെയ്തുകൊണ്ടിരിക്കവേ നമ്മുടെ തിരുവനന്തപുരം മേയർ വി രാജേഷ് അദ്ദേഹത്തിൻ്റെ പ്രസംഗത്തിൽ അതിനിശിതമായ വിമർശനമാണ് വിദ്യാഭ്യാസ മന്ത്രിയും നേമം MLAയുമായ വി ശിവൻകുട്ടിക്കെതിരെ ഉയർത്തിയത്. ഞാൻ ടേമിൽ കിട്ടിയ സമയത്തിന്റെ അത്ര പോലും ഇല്ലാത്ത ഒരു തെരഞ്ഞെടുപ്പാണ് ഈ തെരഞ്ഞെടുപ്പ്. എന്നാൽ ഇനി വരാൻ പോകുന്ന ദിവസങ്ങളിൽ ഒരുപാട് രാഷ്ട്രീയ കാര്യങ്ങൾ നമുക്ക് ചർച്ച ചെയ്യേണ്ടതായിട്ടുള്ളത് കൊണ്ട് ഈ അവസരത്തിൽ ഞാൻ ഒരുപാട് കാര്യങ്ങളിലേക്ക് പോകുന്നില്ല. പക്ഷേ നേമം നിയോജക മണ്ഡലത്തെ സംബന്ധിച്ചിടത്തോളം കഴിഞ്ഞ ഒരു 4.5 വർഷം മുമ്പ് തന്നെ തീരുമാനമെടുത്തു കഴിഞ്ഞു, ഇടതുപക്ഷത്തിന്റെ CPMന്റെ രാഷ്ട്രീയം നേമം മണ്ഡലത്തിൽ നിന്ന് അവസാനിപ്പിക്കണമെന്ന്. ഈ തെരഞ്ഞെടുപ്പ് നേമം മണ്ഡലത്തിൽ ഈ തെരഞ്ഞെടുപ്പിൽ ദേശീയ ജനാധിപത്യ സ്ഥാനാർത്ഥി രാജീവ് ചന്ദ്രശേഖർജി വിജയിക്കേണ്ടതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ആവശ്യം ഇപ്പോൾ ഉള്ള തലമുറയ്ക്കും വരാൻ പോകുന്ന തലമുറയും ഒരു തിരുത്തലിന് വേണ്ടിയുള്ള ഒരു തെരഞ്ഞെടുപ്പാണ് ഈ തെരഞ്ഞെടുപ്പ്. രാജീവേട്ടൻ പറഞ്ഞു അദ്ദേഹത്തിന് ബഹുമാനപ്പെട്ട നരേന്ദ്രമോദി ഒരു അവസരം 2024 കൊടുത്തു എന്ന് പറഞ്ഞു. അതുപോലെ അദ്ദേഹം നമ്മുടെ രാജ്യത്തെ വിദ്യാർത്ഥികൾക്ക്, യുവജനങ്ങൾക്കൊക്കെ വേണ്ടി, അതും സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന കുടുംബങ്ങളിലെ കുട്ടികൾക്ക് വേണ്ടി നമ്മുടെ രാജ്യത്തെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ, സ്കൂളുകളിലൊക്കെ തന്നെ PM ശ്രീ എന്നൊരു പദ്ധതി അവതരിപ്പിച്ചുകൊണ്ട് ഗ്രാമീണ മേഖലയിലെ ഒരു സ്കൂളിന് 1 കോടി, 1.5 കോടി, 2 കോടി രൂപ ക്ലാസ് റൂം മെച്ചപ്പെടുത്തുന്നതിനും പഠന സൗകര്യങ്ങൾ മെച്ചപ്പെടുത്തുന്നതിനും കൊടുത്തിട്ട് സംസ്ഥാന സർക്കാരിനോട് കഴിഞ്ഞ വർഷങ്ങളായിട്ട് പറയുകയാണ് ആ എഗ്രിമെന്റിൽ ഒപ്പിടണം, അതിൽ നിന്നും കിട്ടുന്ന എല്ലാ നേട്ടങ്ങളും പറ്റിക്കൊണ്ട് കേരളത്തെ വിദ്യാഭ്യാസപരമായി മുന്നോട്ടെത്തിക്കണമെന്ന്. കഴിഞ്ഞ 5 വർഷം കൊണ്ട് നട്ടല്ലുറപ്പോടെ ഒരു രാഷ്ട്രീയ തീരുമാനമെടുത്ത് നടപ്പിലാക്കാൻ സാധിക്കാത്ത ഒരു വിദ്യാഭ്യാസ മന്ത്രിയെ ഈ രാഷ്ട്രീയ ജനാധിപത്യ സംവിധാനത്തിൽ നിന്നും പുറത്താക്കുന്നതിന് വേണ്ടിയുള്ള വിധിയെഴുത്തായിരിക്കണം ഈ തെരഞ്ഞെടുപ്പ് എന്നുള്ളതാണ് എനിക്ക് അവസരം പറയുവാനുള്ളത്. ഇപ്പോൾ ഞങ്ങളൊക്കെ തന്നെ കോർപ്പറേഷന്റെ ഭരണം ചുമതല ഏറ്റെടുത്തതിന് ശേഷം ആശയും ഞാനും MR-ഉം അജിയും പ്രത്യേകിച്ച് നമ്മുടെ എഡ്യൂക്കേഷൻ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ചെമ്പഴന്തി ഉദയനും ഒക്കെ തന്നെ സ്കൂളുകളിൽ പോകുമ്പോഴേക്കും ഞങ്ങളുടെ മുമ്പിൽ വന്ന ഏറ്റവും പ്രധാനപ്പെട്ട ആവശ്യം സ്മാർട്ട് ക്ലാസ് റൂം വരണമെന്നാണ്. സ്മാർട്ട് ക്ലാസ് റൂം നടപ്പിലാക്കുവാൻ വേണ്ടി കോടിക്കണക്കിന് രൂപ നരേന്ദ്രമോദി ഗവൺമെന്റ് അനുവദിച്ചപ്പോൾ അവിടെ പോയിട്ട് ഒപ്പിടാൻ പോകുന്നു എന്ന് പറഞ്ഞിട്ട് ഒരു ഘട്ടം ഒപ്പിട്ടതിന് ശേഷം കേന്ദ്ര ഗവൺമെന്റിനെ കബളിപ്പിച്ച് ആദ്യഘട്ടം പണം നേടിയെടുത്തിട്ട് കരാറിൽ നിന്ന് പിന്മാറുവാനുള്ള ഒരു ശ്രമമാണ് ഇവിടുത്തെ ഗവൺമെന്റ് നടത്തിയത്, ഇവിടുത്തെ വിദ്യാഭ്യാസ മന്ത്രി നടത്തിയത്. അത്തരത്തിലുള്ള ഒരു ഒളിച്ചുകളിക്കാരന് ഇനി കേരള രാഷ്ട്രീയത്തിൽ അവസരം കൊടുക്കണോ എന്ന് ചിന്തിക്കേണ്ട തെരഞ്ഞെടുപ്പാണ്. അതായത് നേമം മണ്ഡലത്തിന്റെ മാത്രമല്ല കേരളത്തിലെ മുഴുവനും സാമ്പത്തികമായി ഉൾപ്പെടെ പിന്നോക്കം നിൽക്കുന്ന മേഖലയിലെ വിദ്യാർത്ഥികളുടെ ഭാവിയെ ഇരുളടയ്ക്കുന്ന നിലപാട് സ്വീകരിച്ച ഒരു വ്യക്തിയാണ് വീണ്ടും ഈ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നത് എന്നുള്ളതാണ് നേമത്തെ ചർച്ച ചെയ്യേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട വിഷയമെന്നാണ് എനിക്ക് പറയുവാനുള്ളത്. തീർച്ചയായിട്ടും ഈ തെരഞ്ഞെടുപ്പ് BJP തിരുവനന്തപുരം കോർപ്പറേഷനിൽ ജനങ്ങൾ BJPക്ക് ഭരണം നൽകിയതിനു ശേഷമുള്ള തെരഞ്ഞെടുപ്പാണ്. ചർച്ച തരണം. കഴിഞ്ഞ 40-45 വർഷം കൊണ്ട് നടത്തിയ ഇടതുപക്ഷ ഭരണസമിതി നടത്തിയ ഓരോരോ കാര്യങ്ങളും ഈ തെരഞ്ഞെടുപ്പിൽ ചർച്ചയാകണം.
മാലിന്യ സംസ്കരണത്തിന് ഏറ്റവും നല്ല മാതൃകകൾ ഇന്ത്യയിലും ഇന്ത്യക്ക് പുറത്തും ഉള്ളപ്പോഴേക്കും വിളപ്പിൽശാല എന്ന് പറയുന്ന ഒരു സ്ഥലത്ത് കൊണ്ടുപോയിട്ട് മനോഹരമായ ഒരു പദ്ധതിയെ അഴിമതി നടത്തി തകർത്ത് തരിപ്പണമാക്കി ഇപ്പൊ തിരുവനന്തപുരം കോർപ്പറേഷൻ എന്ന് പറയുമ്പോഴേക്കും ജനങ്ങൾ ഭയത്തോടെ കാണുന്ന ഒരു അവസ്ഥയിൽ എത്തിച്ചതിന്റെ തുടക്കക്കാരൻ ആരാണെന്നുള്ളത് നിയമം ഈ തെരഞ്ഞെടുപ്പിൽ ചർച്ച ചെയ്യേണ്ടതാണ്. ഇത്തരത്തിലുള്ള രാഷ്ട്രീയ നിലപാടുകൾ വീണ്ടും നിയമസഭയിൽ എത്തണോ വേണ്ടമോ എന്ന് നിയമത്തെ ജനങ്ങളാണ് തീരുമാനിക്കേണ്ടത്. ഞാൻ കൂടുതൽ സംസാരിക്കുന്നത് നമുക്ക് ഇനി വരാൻ പോകുന്ന കുടുംബയോഗങ്ങളിലും രാഷ്ട്രീയ യോഗങ്ങളിലും മാധ്യമ ചർച്ചകളിലും ഒക്കെ തന്നെ മുഴങ്ങി കേൾക്കേണ്ടത് ഈ ശബ്ദമാണ്. അതിനൊക്കെ തന്നെ തീർച്ചയായിട്ടും തിരുത്തൽ ശക്തിയായിട്ടാണ് രാജീവ് ചന്ദ്രശേഖർജി വന്നിട്ടുള്ളത്. പിന്നെ നിയമമണ്ഡലത്തെ സംബന്ധിച്ചിടത്തോളം നമുക്ക് 22,500 വോട്ടിന്റെ ഭൂരിപക്ഷം തന്ന ഒരു നിയോജക മണ്ഡലമാണ് ഈ നിയോജക മണ്ഡലം. ചരിത്രത്തിൽ ഏറ്റവും കൂടുതൽ ഭൂരിപക്ഷം നേടിയ BJPയുടെ NDAയുടെ സ്ഥാനാർത്ഥി ശ്രീ രാജീവ് ചന്ദ്രശേഖർജിയാണ്. അതുകൊണ്ട് തന്നെ അതിൽ ഇരട്ടി വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ അദ്ദേഹത്തിന് വിജയിക്കാൻ സാധിക്കുമെന്നുള്ള നല്ല ആത്മവിശ്വാസമുണ്ട്. തീർച്ചയായിട്ടും ജനാധിപത്യ കേരളത്തിലെ രാഷ്ട്രീയ തിരുത്തലിന്റെ തുടക്കമായിട്ടുള്ള തെരഞ്ഞെടുപ്പിൽ നമുക്ക് ഇനിയുള്ള ഒരു 10-20 ദിവസം മുഴുവൻ ആൾക്കാർക്കും കേരളത്തിന്റെ വികാരം നിയമത്തിലൂടെ പ്രതിഫലിപ്പിക്കുവാനുള്ള ഒരു വളരെ വലിയൊരു ക്ഷേത്രമായി മാറട്ടെ ഈ ഒരു ഓഫീസ് എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ എല്ലാ ആശംസയും അർപ്പിച്ചു നിർത്തുന്നു. നന്ദി, നമസ്കാരം. HIV അണുബാധ സന്തോഷപൂർണമായ ഒരു ജീവിതത്തിന് തടസ്സമല്ല. HIV അണുബാധയ്ക്ക് ഫലപ്രദമായ ചികിത്സ ഇന്ന് ലഭ്യമാണ്. ഇതിന് യഥാസമയം അണുബാധ കണ്ടെത്തുന്നതും കാലേക്കൂട്ടി ചികിത്സ നടത്തേണ്ടതും അത്യാവശ്യമാണ്. സൗജന്യമായ ചികിത്സയും മാർഗനിർദ്ദേശങ്ങളും സർക്കാർ ആശുപത്രികളിലെ ART അഥവാ ഉഷസ് കേന്ദ്രങ്ങളിൽ ലഭ്യമാണ്. ആരോഗ്യ സംരക്ഷണം ഓരോരുത്തരുടെയും ഉത്തരവാദിത്തമാണ്.